കോവിഡിന് ശേഷം പല യുദ്ധങ്ങളും സംഘർഷങ്ങളും ലോകത്തുണ്ടായി. പലതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 4 വർഷമായി നീളുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും നീണ്ടുപോവുകയാണ്. അപ്പോഴും സമാധാനം ഉറപ്പിക്കാനുള്ള നിർണായക നീക്കങ്ങൾ തകൃതിയായി ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനിടെ ഈ യുദ്ധങ്ങളിലൂടെ നേട്ടമുണ്ടാക്കിയതാരാണെന്ന ചോദ്യത്തിന് ഉത്തരവും വന്നു കഴിഞ്ഞു. ആധുനിക കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വളർച്ചയെക്കുറിച്ചും പറയാനുണ്ട്. നോക്കാം പോയ വാരത്തെ ലോകക്കാഴ്ചകളിലേക്ക്, ഭൂലോകത്തിലേക്ക്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ സമാധാനം എന്നത് ഇപ്പോഴും സങ്കീർണമായ ഒരു സമസ്യയായി തുടരുകയാണ്. അതിനിടെ സമാധാനം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ചേർന്ന് തകർത്തെന്ന സുപ്രധാന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ശരിയാണെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെയും ബ്രിട്ടന്റെയും യുദ്ധക്കൊതിയിൽ എത്ര കാലം യുക്രൈൻ രക്തം ചീന്തിക്കൊണ്ടിരിക്കും എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ഇതെല്ലാം യുക്രൈൻ സംഘർഷം കൂടുതൽ വഷളാകാനാണോ സാധ്യത? അതോ മധ്യസ്ഥ ചർച്ചകൾ ഫലം കാണുമോ? എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഈ ഒരു യുദ്ധത്തിന്റെ വിരാമത്തിനായി? റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ മുൻനിർത്തിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒരേ സമയം യുക്രൈനുമായും റഷ്യയുമായും ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒടുവിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാഷ്ട്ര തലവന്മാരും അനുകൂല നിലപാട് സ്വീകരിക്കാതെ വന്നതോടെ ചർച്ച എങ്ങും എത്താതെ പോയി. എങ്കിലും മധ്യസ്ഥ ചർച്ചകൾ ഇനിയും തുടരും. ഇരുപക്ഷവും സമാധാനത്തിന് സന്നദ്ധരാണെന്ന് പുറമേ പറയുമ്പോഴും കാതലായ വിഷയങ്ങളിൽ വലിയ തർക്കങ്ങൾ തുടരുകയാണ്. നേരത്തെ റഷ്യയുടെ ഭാഗമായ യുക്രൈന്റെ പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്നാണ് പുടിന്റെ ആവശ്യം. എന്നാൽ ഭൂമി വിട്ടു നൽകില്ലെന്ന് സെലൻസ്കി തീർത്തു പറയുന്നു. ഭൂപ്രദേശ വിഷയത്തിൽ ട്രംപുമായി നേരിട്ട് സംസാരിക്കാനാണ് സെലൻസ്കി ആഗ്രഹിക്കുന്നത്. യുക്രൈന്റെ ഭാവി സുരക്ഷയ്ക്ക് നാറ്റോ അംഗത്വം അനിവാര്യമാണെന്ന് സെലൻസ്കി വാദിക്കുന്നു. എന്നാൽ യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക എന്നത് യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് റഷ്യ വ്യക്തമാക്കുന്നു. ട്രംപും നാറ്റോ അംഗത്വത്തിന് എതിരാണ്. പകരം വെസ്റ്റേൺ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ വിന്യസിക്കാനുള്ള നീക്കത്തെയും റഷ്യ എതിർക്കുന്നുണ്ട്. യുദ്ധകളത്തിൽ റഷ്യൻ സൈന്യം മുന്നേറുന്നതിനാൽ പുടിൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. യുക്രൈൻ പരാജയം സംബന്ധിച്ച് നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടിലാണ് റഷ്യ. അമേരിക്കയുടെ ഇടപെടൽ റഷ്യയ്ക്ക് അനുകൂലമായാൽ നല്ലത്, അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ലക്ഷ്യം നേടുമെന്ന നയമാണ് പുടിൻ സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപിന്റെ സമാധാന നീക്കങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. യുക്രൈന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സൈനിക സഹായം നൽകുന്നത് യൂറോപ്പാണെങ്കിലും സമാധാന ചർച്ചകളിൽ അവരുടെ പങ്ക് നാമമാത്രമാണ്. ബെൽജിയത്തിൽ മരവിപ്പിച്ചിട്ടുള്ള റഷ്യൻ ആസ്തികൾ യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്ന നിർദ്ദേശം യൂറോപ്പിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും നിയമപരമായ പ്രത്യാഘാതങ്ങളും റഷ്യയുടെ തിരിച്ചടിയും ഭയന്ന് ബെൽജിയം ഇതിനെ എതിർക്കുന്നു. ട്രംപിന്റെ പദ്ധതി യൂറോപ്പിന്റെ നയതന്ത്രപരമായ ദൗർബല്യത്തെ തുറന്നുകാട്ടുന്ന ഒന്നായും മാറി. അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർണായക സമാധാന പദ്ധതി യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ചേർന്ന് മനഃപൂർവ്വം അട്ടിമറിച്ചുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഈ പദ്ധതി ഒഴിവാക്കപ്പെടും എന്ന വ്യക്തമായ പ്രതീക്ഷയിലാണ് പാശ്ചാത്യ സഖ്യത്തിലെ പ്രമുഖർ പ്രവർത്തിച്ചത് എന്നാണ് വെളിപ്പെടുത്തൽ. റഷ്യ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ. സമാധാനത്തിന്റെ സാധ്യതകൾക്ക് മേൽ യൂറോപ്യൻ യൂണിയനും
ബ്രിട്ടനും തിരശ്ശീലയിടുകയായിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. അതിനിടെ സെലൻസ്കി ഭരണകൂടത്തെ പിടിച്ചുലയ്ക്കുന്ന നാടകീയ സംഭവവികാസങ്ങളും അരങ്ങേറി. സ്വന്തം ഭരണകൂടത്തെ തന്നെ പിടിച്ചുലച്ച വമ്പൻ അഴിമതി കഥകൾ കാരണം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സെലൻസ്കി ഇപ്പോൾ കടന്നുപോകുന്നത്. സെലൻസ്കിയുടെ ഏറ്റവും വിശ്വസ്തനും യുക്രൈൻ ഭരണത്തിലെ യഥാർത്ഥ അധികാര കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയുമായ ആൻഡ്രി യെർമാക്കിന്റെ രാജിയാണ് ഒടുവിലത്തേത്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് പെട്ടെന്ന് വേഗത കൈവന്നത്. അഴിമതി മൂലം നഷ്ടപ്പെടുന്ന അന്താരാഷ്ട്ര പിന്തുണ തിരിച്ചുപിടിക്കാനുള്ള സെലൻസ്കിയുടെ അവസാന ശ്രമമാണെന്നും നിരീക്ഷിക്കപ്പെടുന്നു. ഇക്കാലം അത്രയും തന്റെ വലങ്കൈയായി പ്രവർത്തിച്ച യെർമാക്കിന്റെ രാജി സെലൻസ്കിയുടെ രാഷ്ട്രീയ ഏകാന്തത പൂർണ്ണമാക്കുകയാണ്. വിശ്വസ്തരെല്ലാം അഴിമതി കേസുകളിൽ കുടുങ്ങുകയോ നാടുവിടുകയോ ചെയ്തു. യുദ്ധത്തിൽ തകർന്ന ഒരു രാജ്യത്തിന്റെ നടുവിൽ തീർത്തും ഒറ്റപ്പെട്ട ഒരു ഭരണാധികാരിയായി സെലൻസ്കി മാറുകയാണ്. ട്രംപിന്റെ സമാധാന പദ്ധതി ഇരുപക്ഷത്തെയും ചർച്ചാമേശയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഇപ്പോഴും കീറാമുട്ടിയായി തുടരുകയാണ്. റഷ്യയുടെ പരമാധികാര ആവശ്യങ്ങളും യുക്രൈന്റെ സുരക്ഷാ ആശങ്കകളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണെങ്കിലും നിലവിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള ദൂരം ഇനിയും ഏറെയാണെന്ന് വ്യക്തമാണ്. സമീപകാലത്ത് പല യുദ്ധങ്ങളും സംഘർഷങ്ങളും നാം കണ്ടു. പലതും ഇപ്പോഴും ശമനമില്ലാതെ തുടരുന്നുമുണ്ട്. ഇതിനിടെ ആഗോളതലത്തിൽ ആയുധ വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടമെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 100-ലധികം ആയുധ നിർമ്മാണ കമ്പനികളാണ് വലിയ ആദായമുണ്ടാക്കിയത്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം $679 മില്യൺ ആയുധങ്ങളാണ് ലോകത്ത് വിറ്റഴിച്ചത്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയും യുക്രൈൻ റഷ്യ യുദ്ധവും കൂടാതെ പ്രാദേശികവും ആഗോളതലത്തിലും നിലനിൽക്കുന്ന സംഘർഷങ്ങളും ആയുധ നിർമ്മാണ കമ്പനികൾക്കും വിതരണക്കാർക്കും വലിയ നേട്ടമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ആഭ്യന്തരവും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഉപഭോക്താക്കൾക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് 5.9% വളർച്ചയുണ്ടായെന്നാണ് കണക്ക്. 2015 അപേക്ഷിച്ച് ഇത് 26% കൂടുതലാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പുതിയ പഠനങ്ങൾ പ്രകാരമുള്ള കണക്കാണിത്. ആഗോളതലത്തിൽ കൂടുതലും നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും നിലനിൽക്കുന്ന കമ്പനികളാണ്. ചൈനീസ് ആയുധ വ്യവസായവുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഏഷ്യയും ഓഷ്യാനിയയും മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാ ആയുധ നിർമ്മാണ കമ്പനികൾക്കും പ്രതിവർഷമുള്ള സ്ഥിരമായി ലഭിക്കാറുള്ള നേട്ടം ഇത്തവണയും അവകാശപ്പെടാനുണ്ട്. ചൈനയിൽ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് കരാറുകൾ കുറഞ്ഞതാണിതിന് കാരണം. എങ്കിലും ജപ്പാനിലെയും ദക്ഷിണ കൊറിയയിലെയും കമ്പനികൾ നല്ല വളർച്ച നേടി. ആഗോളതലത്തിൽ ആയുധങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിൽ യൂറോപ്പാണ് മുന്നിൽ. റഷ്യയുടെ ഭീഷണിയും യുക്രൈൻ യുദ്ധവുമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിച്ചത്. യുക്രൈനെ സൈനികമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കുന്ന തിരക്കിലാണ്. യുഎസിൽ ലോക്ഹീഡ് മാർട്ടിൻ, നോർത്രോപ്പ് ഗ്രമ്മൻ, ജനറൽ ഡൈനാമിക്സ് എന്നീ കമ്പനികളാണ് മുന്നിൽ. കഴിഞ്ഞ വർഷത്തെ മികച്ച 100 ആയുധ കമ്പനികൾ 3.8% ലാഭവിഹിതമാണ് ഉയർത്തിയത്. യുഎസിലെ 39 കമ്പനികളിൽ 30 കമ്പനികളും ഇത്തവണ നേട്ടമുണ്ടാക്കിയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആഗോള സൈനിക നിർമ്മാണ കമ്പനികളിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയും ഇടം നേടി.
2023 ശ്രദ്ധേയമായ ഇരട്ടി വരുമാനത്തിന് ശേഷം ഇതാദ്യമായാണ് മസ്കിന്റെ കമ്പനി ലിസ്റ്റിൽ ഉയർന്നു നിൽക്കുന്നത്. SIPRI പുറത്തുവിട്ട കണക്കുകളിൽ ഏറ്റവും മികച്ച 100 ആയുധ കമ്പനികളിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആദ്യ 9 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇതാദ്യമായാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയ്ക്ക് പിന്നാലെ 3 ഇസ്രായേലി ആയുധ കമ്പനികളും സംയുക്തമായി 16% നേട്ടമാണ് ഉണ്ടാക്കിയത്. ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും ആയുധ നിർമ്മാതാക്കളുടെ കീശ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യുക്രൈനിലെയും ഗാസയിലെയും യുദ്ധങ്ങളാണ് ആഗോളതലത്തിൽ ആയുധങ്ങളുടെ ആവശ്യം കുത്തനെ കൂട്ടിയത്. പല രാജ്യങ്ങളും തങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കാനും കാലഹരണപ്പെട്ടവ മാറ്റാൻ തിരക്കുകൂട്ടിയതും കച്ചവടം പൊടിപിടിക്കാൻ കാരണമായി. അപ്പോഴും ഒന്നും അറിയാതെ മരിച്ചു വീണ ലക്ഷക്കണക്കിന് പേരുടെ ജീവന്റെ വിലയാണിതെന്നും ഓർക്കാതെ പോകരുത്. യുദ്ധക്കളത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണിത്. ഒരുപക്ഷെ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഡ്രോണുകൾക്ക് ഇന്ന് നിർണായക സ്ഥാനമാണുള്ളത്. ഈ സാങ്കേതിക വിദ്യയിൽ ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ പിടിമുറുക്കി കഴിഞ്ഞു. അപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആ വിടവ് നികത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. തദ്ദേശീയമായി അത്യാധുനിക ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ് ഇന്ത്യ നടത്തുകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ദീർഘദൂരശേഷിയുള്ള ഡ്രോണുകൾ ഇനി മുതൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കും. ഇന്ത്യയുടെ ഈ പദ്ധതി പ്രതിരോധ സാങ്കേതികവിദ്യയിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. ഇതുവരെ ഇന്ത്യ തങ്ങളുടെ ആളില്ലാ സംവിധാനങ്ങളുടെ മിക്കവാറും എല്ലാ പതിപ്പുകൾക്കും ആവശ്യമായ എഞ്ചിനുകൾ വിദേശ കമ്പനികളെ ആശ്രയിച്ചാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ പതിറ്റാണ്ടുകൾ നീണ്ട ആശ്രിതത്വം അവസാനിപ്പിക്കാനുള്ള ശക്തമായ ചുവടുവയ്പ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസും സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. പുതിയ കരാർ പ്രകാരം NAL ആയിരിക്കും സാങ്കേതിക വിദ്യ കൈമാറുകയും ഡ്രോണുകൾ വികസിപ്പിക്കുകയും ചെയ്യുക. അതേസമയം സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് ആയിരിക്കും രാജ്യത്തും വിദേശത്തുമുള്ള നിർമ്മാണത്തിനും വിപണനത്തിനും മേൽനോട്ടം വഹിക്കുക. ആദ്യഘട്ടമെന്ന നിലയിൽ വാങ്കൽ എഞ്ചിൻ സാങ്കേതികവിദ്യ ദീർഘദൂര ഡ്രോണുകളിലേക്ക് മാറ്റും. 9 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. മാത്രമല്ല, ഏകദേശം 900 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കരുത്തുറ്റ എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇതിനായുള്ള പരീക്ഷണങ്ങൾ ഉടനുണ്ടാകും. ഈ ഡ്രോണുകൾക്ക് ആധുനിക യുദ്ധക്കളത്തിലെ കടുത്ത വെല്ലുവിളികളെ നേരിടാൻ ശേഷിയുണ്ട്. GPS പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങളിലും ഈ ഡ്രോണിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതും പ്രത്യേകതയാണ്. ഇന്ത്യയുടെ ഈ പുതിയ കണ്ടുപിടുത്തം ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായിരിക്കും. ശത്രുവിന്റെ ഉയർന്ന റെസല്യൂഷൻ റഡാറിൽ നിന്നും ഇൻഫ്രാറെഡ് സിഗ്നലുകളിൽ നിന്നും രാജ്യത്തെ കാക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. റഡാർ ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ 97% വരെ കുറയ്ക്കുന്ന ഒരു അതുല്യമായ തദ്ദേശീയ കോട്ടിംഗ് മെറ്റീരിയലാകും ഡ്രോണുകളിൽ ഉപയോഗിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായുള്ള ഈ പദ്ധതി പ്രതിരോധ മേഖലയിൽ വലിയ കരുത്തു പകരും. ആഭ്യന്തര നിർമ്മാതാക്കളെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും ഇത് വഴി തുറക്കും. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ഈ നീക്കം ചരിത്രപരമാണ്. വാങ്കൽ എഞ്ചിൻ സാങ്കേതിക വിദ്യയെ വിജയകരമായി സംയോജിപ്പിക്കുന്നത്
ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണത്തിന് പുതിയ ദിശാബോധം നൽകും. മേക്ക് ഇൻ ഇന്ത്യയുടെ ചിറകിലേറി അതിവേഗം മുന്നേറുന്ന രാജ്യത്തിന്റെ സ്വപ്നത്തിലേക്കുള്ള മഹത്തായ ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ പദ്ധതി. വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിരാശാജനകമായ ദുരന്തങ്ങളിലൊന്നാണ് മലേഷ്യൻ എയർലൈൻസ് വിമാനം MH370 തിരോധാനം. 2014 മാർച്ച് 8 മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബീജിംഗിലേക്ക് പുറപ്പെട്ട ബോയിങ് 777 വിമാനം പറന്നുയർന്ന് അധികം വൈകാതെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. വിമാനത്തിലുണ്ടായിരുന്ന 239 യാത്രക്കാർക്കും ജീവനക്കാർക്കും എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. 2017 വിമാനത്തിനായുള്ള തിരച്ചിൽ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 11 വർഷത്തിനിപ്പുറം വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മലേഷ്യ. കോലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പോയ വിമാനമാണ് 2014 കാണാതായത്. വിമാനാപകട ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ അപ്രത്യക്ഷമാവലായിരുന്നു MH370. ഇതിനുശേഷം വിമാനത്തിനായി നിരവധി തവണ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഇത്തവണ ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന സ്ഥാപനമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ നടത്തുന്ന പരിശോധനയിൽ കാര്യമായ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ $70 മില്യൺ കമ്പനിക്ക് നൽകുക. 2014 മാർച്ച് 8 ടേക്ക് ഓഫിന് 8 മിനിറ്റുകൾക്ക് ശേഷം വിമാനവുമായുള്ള ആശയവിനിമയം ഇല്ലാതായത്. പിന്നീട് വിമാനം നിശ്ചിത പാതയിൽ നിന്ന് വ്യതിചലിച്ചതായി റഡാർ വിവരങ്ങളിൽ നിന്നും വ്യക്തവുമായി. വിമാനത്തിന്റെ നിയന്ത്രണത്തിൽ കൃത്രിമത്വം നടന്നതായി അപ്രത്യക്ഷമാവലിനെ തുടർന്നുണ്ടായ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെങ്കിലും ഇക്കാര്യം ഉറപ്പിക്കുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ റിയൂണിയൻ ഐലൻഡ്, ടാൻസാനിയ, മൗറീഷ്യസ്, മെഡഗാസ്കർ, മൊസാംബിക്, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്ര തീരത്തും അടിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും ബ്ലാക്ക് ബോക്സ് അടക്കം നിർണായകമായ ഒരു ഭാഗവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മൊത്തം 55 ദിവസത്തേക്കാണ് തെരച്ചിൽ നടത്തുക. MH370 ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള മലേഷ്യൻ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ പുതിയ സംഭവവികാസം അടിവരയിടുന്നത്. സമുദ്രത്തിലെ 15,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു പുതിയ സ്ഥലത്താണ് ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിമാനം കണ്ടെത്താൻ ഏറ്റവും ഉയർന്ന സാധ്യതയുള്ള ലക്ഷ്യസ്ഥാനം ഇതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 239 പേരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാരിന്റെ ആഗ്രഹമാണ് തെരച്ചിൽ പുനരാരംഭിക്കുന്നതിനുള്ള പ്രധാന കാരണം. 2014 മുതൽ 2017 വരെ മലേഷ്യ, ഓസ്ട്രേലിയ, ചൈന എന്നീ രാജ്യങ്ങൾ സംയുക്തമായി തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 1,20,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും വിമാനം കണ്ടെത്താനായില്ല. 2018 ഓഷ്യൻ ഇൻഫിനിറ്റി തന്നെ 25,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മറ്റൊരു ചെറിയ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. എങ്കിലും കാണാതായവരുടെ കുടുംബങ്ങൾ തിരച്ചിൽ ഉപേക്ഷിക്കരുതെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന്റെ ഫലമായാണ് സർക്കാർ ഇപ്പോൾ ഈ നിർണായക തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇത്തവണ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക. ഏതാണ്ട് 6,000 മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാനും വലിയ പ്രദേശങ്ങൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനും കഴിവുള്ള ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വാഹനങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് ഓഷ്യൻ ഇൻഫിനിറ്റി ഈ ദൗത്യത്തിനായി വിന്യസിക്കുന്നത്. ലോകത്തെ ഞെട്ടിച്ച ഈ ദുരൂഹതയ്ക്ക് വിരാമമിടാൻ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമോ? അതോ MH370 വിമാനത്തിന്റെ തിരോധാനം വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്തരം കിട്ടാ ചോദ്യമായി തുടരുമോ? ഉത്തരം അറിയാനായി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലെത്തിയപ്പോൾ ചർച്ചയായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വേറൊന്നുമല്ല, റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ഓറസെനറ്റ് അഥവാ ലിമോസിനാണ് ആ താരം. റഷ്യൻ സ്വർണമെന്നറിയപ്പെടുന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലോകത്തെ ഏറ്റവും മികച്ച ആഡംബര കാറുകളിലൊന്നാണ് ഇത്. ലോകത്തിലെ അത്യാഡംബര കാറുകളിൽ ഒന്നാണ്
ലീമസീൻ. ഇതാദ്യമായല്ല ഈ വാഹനം ശ്രദ്ധ നേടുന്നത്. മുൻപ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പുട്ടിനൊപ്പം മോദി എത്തിയത് ഇതേ ലിമോസിനിലായിരുന്നു. റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് മോട്ടോഴ്സാണ് ഓറസ് സെനറ്റ് നിർമ്മിക്കുന്നത്. 2018 രാജ്യാന്തര തലത്തിൽ പുറത്തിറക്കിയ ഈ വാഹനം റഷ്യൻ പ്രസിഡന്റ് പുട്ടിന്റെ ഔദ്യോഗിക വാഹനം കൂടിയാണ്. സാധാരണ മോഡലിൽ നിന്ന് പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് പുട്ടിനായുള്ള വാഹനം ഒരുക്കിയിരിക്കുന്നത്. കോട്ടേജ് എന്നാണ് പുട്ടിന്റെ ഉപയോഗത്തിനായുള്ള ഓറസ് സെനറ്റിന്റെ പേര്. ഓറസ് മോട്ടോഴ്സ് നിർമ്മിച്ച ഈ ആഡംബര കാറിന് ഒറ്റനോട്ടത്തിൽ റോൾസ് റോയ്സ് ഫാന്റവുമായി സാമ്യമുണ്ട്. ഓറസ് സെനറ്റിന്റെ നീളത്തിലുള്ള ലീമസീൻ മോഡലാണ് പ്രസിഡന്റിന്റെ കാറായി ഉപയോഗിക്കുന്നത്. 5 ഡോർ സെഡാൻ രൂപത്തിലുള്ള ഓറസ് സെനറ്റ് സാധാരണക്കാർക്കും വാങ്ങാനാകും. 5631 mm നീളവും 2700 കിലോഗ്രാം ഭാരവുമുള്ള കാറാണ് ഓറസ് സെനറ്റ്. പ്രസിഡന്റിന്റെ ലീമസീൻ മോഡലിലേക്ക് എത്തുമ്പോൾ നീളം 6700 mm ആയി പിന്നെയും കൂടും. റഷ്യൻ പ്രസിഡന്റിന് വേണ്ട പ്രതിരോധ സൗകര്യങ്ങളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ, ബോംബ് സ്ഫോടനത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അടിഭാഗം, വായു ഇല്ലെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ടയറുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ആയുധങ്ങൾ, അത്യാവശ്യ സമയങ്ങളിൽ ഓക്സിജൻ വിതരണം, മസാജ് സംവിധാനം ഉൾപ്പെടെ വിവിധ തരത്തിൽ ക്രമീകരിക്കാവുന്ന സീറ്റുകളാണ് ലിമോസിന്റെ പ്രത്യേകത. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അസൽ, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. സെക്യൂർ ലൈൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഓറസ് സെനറ്റിന്റെ ലീമസീനിലുണ്ട്. 6.6 ലിറ്റർ V12 എഞ്ചിനാണ് ഓറസ് സെനറ്റ് ലീമസിന്റെ ഹൃദയം. 850 bhp കരുത്ത് പുറത്തെടുക്കുന്ന എഞ്ചിനാണിത്. അതേസമയം ലോങ് വീൽ ബേസ് സലൂണിൽ 4.4 ലിറ്റർ V8 എഞ്ചിനാണുള്ളത്. 590 bhp കരുത്തും പരമാവധി 880 Nm ടോർക്കും പുറത്തെടുക്കാൻ കഴിയുന്ന മോഡലാണിത്. സുരക്ഷയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബീസ്റ്റിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന റഷ്യൻ നിർമ്മിത വാഹനമാണിത്. റഷ്യൻ സാങ്കേതികവിദ്യയുടെ അഭിമാനമായ സെനറ്റ് ഇന്ത്യൻ മണ്ണിലും തലയുയർത്തി തന്നെ നിന്നു. ഇന്ത്യ റഷ്യ ബന്ധം അങ്ങനെ കൂടുതൽ മെച്ചപ്പെടുകയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി, കയറ്റുമതി രംഗത്ത് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണി തുടങ്ങി നിരവധി വിഷയങ്ങൾ പുട്ടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ചർച്ചയായി. അങ്ങനെ പോയ വാരം ഇന്ത്യയെ സംബന്ധിച്ച് നേട്ടങ്ങളുടേതാണ്. ലോകത്ത് മറ്റ് നിരവധി സംഭവവികാസങ്ങളും ഉണ്ടായി. വരുന്നാളുകൾ സമാധാനത്തിൻ്റെതാകുമെന്ന് വിശ്വസിക്കാം. അടുത്ത വാരം വീണ്ടും കാണാം. നന്ദി.